ഹായ് ഹലോ, ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ അശ്വിൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ ഇപ്പോൾ വലിയൊരു പോരാട്ടമാണ് സംഭവിക്കുന്നത്. വലിയൊരു പോരാട്ടം എന്ന് പറയുമ്പോൾ സത്യങ്ങൾ മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം അശ്വിനും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എന്തിനാണ് അശ്വിൻ സാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? താൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് തന്നോട് ഇങ്ങനെയെല്ലാം പെരുമാറുന്നത് എന്നുള്ളൊരു സങ്കടമാണ് ശ്രുതിക്ക്. അപ്പോൾ എന്തുകൊണ്ട് അശ്വിൻ ഇങ്ങനെ പെരുമാറുന്നു എന്ന സത്യാവസ്ഥ കണ്ടുപിടിക്കാനായിട്ട് ശ്രുതിയും, എന്നാൽ മറ്റുള്ളവർ സത്യാവസ്ഥ അറിയാതെ 6 മാസം ശ്രുതിയുമായിട്ടുള്ള ഈ ബന്ധം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് അശ്വിനും, അങ്ങനെ അവർ തമ്മിലൊരു പോരാട്ടം തന്നെയാണ്. പോരാട്ടം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. എന്തായാലും ഈ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ഒരിക്കലും ശ്രുതി സത്യങ്ങൾ അറിയാത്തത് കൊണ്ട് ഇതുപോലെയുള്ള ഓരോ പ്രശ്നങ്ങളും ഇനിയും ഉണ്ടാകും. അതിൽ നിന്നെല്ലാം എങ്ങനെ രക്ഷപ്പെടാനായിട്ട് ശ്രുതിക്ക് സാധിക്കും? ഇപ്പോഴും സ്വന്തം കുടുംബം, തൻ്റെ അമ്മായിയോ ആരും ശ്രുതി അംഗീകരിക്കാനായിട്ട് തയ്യാറായിട്ടില്ല. ഇനി എന്തൊക്കെയായിരിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ അശ്വിനും ശ്രുതിയും വീട്ടിലേക്ക് എത്തി. വന്നപ്പോൾ തന്നെ മനോരമ കളിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ്. അങ്ങനെ അഞ്ജലിയും വന്നതിന് ശേഷം കണ്ടോ, അവർ സന്തോഷത്തോടു കൂടി വിരുന്നൊക്കെ കൂടിയിട്ട് തിരിച്ചു വന്നിരിക്കുവാണ്. ഒരുപാട് സമ്മാനങ്ങൾ കയ്യിൽ കൊണ്ടുപോയ സമ്മാനങ്ങൾ തിരികെ കൊണ്ടുവരാത്തപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ അവർ നല്ല പോലെ സന്തോഷത്തിലാണ് വരുന്നതെന്ന്. എന്നാൽ അവിടെ നടന്ന സംഭവങ്ങൾ എന്താണെന്നോ അതിനുശേഷം എന്താണ് നടന്നതെന്നോ ഒന്നും പറയാനായിട്ട് ശ്രുതിയോ അശ്വിനോ തയ്യാറായിരുന്നില്ല. അവരകത്തോട്ട് കയറി പോകുമ്പോഴും അഞ്ജലി വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, പ്രീതിയും ആകാശവും എവിടെ? അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു? ഇത് ഓക്കെ ആണല്ലോ, വീട്ടുകാരെല്ലാം ഓക്കെ ആണല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, വീട്ടിലെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു, സന്തോഷത്തിലായിരുന്നു. ഞങ്ങൾ എന്നിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് വന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ സത്യങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു സംഭവങ്ങൾ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അശ്വിൻ ശ്രുതിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. കാരണം അവിടെ എന്ത് നടന്നു, അല്ലെങ്കിൽ അവിടെ എങ്ങനെ ആയിരുന്നു, അമ്മയൊക്കെ എന്ത് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോഴും ഇനിയും നിന്ന് കഴിഞ്ഞാൽ സത്യം കണ്ടുപിടിക്കും, അഞ്ജലിയും മനോരമയൊക്കെ കൂടി സത്യം കണ്ടുപിടിക്കും എന്ന് മനസ്സിലാക്കിയ അശ്വിൻ പെട്ടെന്ന് തന്നെ ശ്രുതി എനിക്കൊരു കാര്യം പറയാനുണ്ട്, നീ എത്രയും പെട്ടെന്ന് ഒന്ന് വരാമോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ വിളിച്ച് റൂമിലോട്ട് പോയി. എന്നാൽ ഈ ഒരു സമയത്തും മനോരമ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ്. എന്നാൽ ആകാശം പ്രീതിയും എവിടെ? അവരെ കാണാനായിട്ടുള്ള ഒരു വെയിറ്റിങ്ങിലായിരുന്നു, അവർ വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആകാശം പ്രീതിയും വന്നത്. അവർ വന്നപ്പോൾ തന്നെ രണ്ടുപേരുടെ കയ്യിലും നിറയെ സമ്മാനങ്ങളുണ്ടായിരുന്നു. അത് മനോരമയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി. എന്തായാലും അവർ നിറയെ സമ്മാനങ്ങളുമായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അവിടെ പോയപ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയതിനേക്കാൾ അപ്പുറം സമ്മാനങ്ങളും അവർ കൊണ്ടുവന്നല്ലോ, ആ ഒരു സന്തോഷം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മനോരമ പെട്ടെന്ന് ആകാശിന്റെ കയ്യിൽ നിന്ന് ആ കവറൊക്കെ മേടിച്ചു. ആകാശിന്റെ കയ്യിൽ നിന്ന് മനോരമ കവർ വാങ്ങുകയും പിന്നെ പ്രീതിയും ആ ഒരു കവറെല്ലാം കൊടുത്തു. അങ്ങനെ സന്തോഷത്തോടു കൂടി വാങ്ങിച്ചു. മനോരമ ഗിഫ്റ്റ് കിട്ടിയ ഉടനെ തന്നെ മനോരമ ഞാൻ റൂമിലോട്ട് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് പോകുവാണ്. അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളൊന്നും മനോരമയ്ക്ക് അറിയണ്ട, എന്തായാലും സമ്മാനങ്ങൾ കിട്ടിയല്ലോ, ഇനി തനിക്ക് സ്വന്തമാണ് ഇതെല്ലാം എന്ന് പറഞ്ഞ് മനോരമ പോയി. എന്നാൽ സ്വന്തം വീട്ടിൽ പോയി വന്നിട്ട് പോലും അവിടെ പ്രീതിയുടെയോ ആകാശിന്റെയോ മുഖത്ത് ഒരു സന്തോഷമില്ല. എന്തായിരിക്കും അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ? ഇവരെന്തായിരിക്കും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്? എന്തായിരിക്കും ഇവർ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്ന് മുത്തശ്ശിയും അഞ്ജലിയും ആവർത്തിച്ച് ചോദിച്ചു. ആദ്യം രണ്ടുപേരും പറയാനായിട്ട് തയ്യാറായില്ല. പിന്നെ അതിനുശേഷം ആകാശ് തന്നെ പറഞ്ഞു, അവിടെ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ നടന്നത്. ഇപ്പോഴും ശ്രുതിയെ അംഗീകരിക്കാനായിട്ട് അവിടെ അമ്മയോ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ തയ്യാറല്ല എന്നും അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ആകാശും പ്രീതിയും വിശദീകരിച്ചു പറഞ്ഞു. ശ്രുതി ഇനി മേലാൽ ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായി എന്ന് ആകാശും പ്രീതിയും പറയുന്നുണ്ട്. ആ ഒരു സങ്കടത്തിലാണ് അവരിങ്ങോട്ട് വന്നതെന്ന് പറയുമ്പോൾ അഞ്ജലിക്ക് മനസ്സിലായി ആ സങ്കടമായിരിക്കാം ചിലപ്പോൾ അവർ വന്നതിന് ശേഷം അശ്വിൻ പെട്ടെന്ന് ശ്രുതിയെ വിളിച്ചുകൊണ്ട് പോയത് അതിനായിരിക്കാം എന്ന് അഞ്ജലിയും വിചാരിച്ചു. എന്തായാലും ഉടനെ തന്നെ കാര്യങ്ങളെല്ലാം കലങ്ങി തെളിയും. അവർക്കിപ്പോഴും ഇത് ഒന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും എന്ന് ആശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് ശ്രുതിയെ അംഗീകരിക്കാത്തതിന്റെ സങ്കടം ഇപ്പോഴും അഞ്ജലിക്കുണ്ട്. ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴും മനോരമ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. മനോരമ എങ്ങാനും ഈ കാര്യം അറിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ ശ്രുതിയുടെ കാര്യം തീർന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ തന്നെ മനോരമ ശ്രുതിയെ കുറ്റപ്പെടുത്താനും കളിയാക്കാനും വേദനിപ്പിക്കാനും ഒക്കെ വീണ്ടും തുടങ്ങും. ആ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് അത്യാവശ്യം ശ്രുതി രക്ഷപ്പെട്ടു.
അങ്ങനെ മനോരമ റൂമിൽ ചെന്നിട്ട് എനിക്ക് തന്ന ആ ഒരു മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നല്ലപോലെ മേക്കപ്പ് ഒക്കെ ചെയ്ത് സന്തോഷത്തിലിരിക്കുമ്പോൾ അവിടെ മനോരമയുടെ ഭർത്താവ് വന്നതിന് ശേഷം കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്കും ഈ ഒരു മേക്കപ്പ് കിറ്റ് ഒരിക്കലും നിനക്ക് വേണ്ടിയിട്ട് എനിക്ക് വാങ്ങിച്ചതല്ല, ഇത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എനിക്ക് വാങ്ങിച്ചതാണെന്നും എന്നാൽ നീ അതറിയാതെ തട്ടിപ്പറിച്ചുകൊണ്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞ് മനോരമയെ കളിയാക്കി. ഈ ഒരു സംസാരത്തിന്റെ ഇടയിൽ മനോരമ തന്നെ മോഹനനോട് പറയുവാണ്, എന്തായാലും എനിക്ക് ഇനിയിപ്പോൾ സിഡ്നിക്ക് പോകുമ്പോൾ നമുക്കും കൂടി ഒരുമിച്ച് പോയാലോ? അവിടെ ചെന്നതിന് ശേഷം ഇവിടെ എത്ര നാളാണ് അശ്വിൻ്റെ ഒരു ജോലിക്കാരനായിട്ട് നിങ്ങളിവിടെ ജീവിക്കുന്നത്? എന്നാൽ മോഹനനെ ഒരിക്കലും അശ്വിൻ ജോലിക്കാരനായിട്ടല്ല, തൻ്റെ അങ്കിളായിട്ട് തന്നെയാണ് കരുതിയിരിക്കുന്നത്. ആ ഒരു സ്ഥാനം മോഹനനും ഉണ്ട്. അതുപോലെ തന്നെ മോഹനൻ പറയുന്നുണ്ട്, ഒരിക്കലും അശ്വിൻ എന്നെ അങ്ങനെ കണ്ടിട്ടില്ല, ഇത് നമ്മുടെ കമ്പനിയാണ്, അപ്പോൾ നമ്മുടെ കുടുംബമാണ്, അവിടെ സന്തോഷത്തോടെ കുടുംബം തകരാതെ നോക്കേണ്ടത് നമ്മളാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാനായിട്ട് നമ്മൾ മനോരമ തയ്യാറല്ല. മനോരമ പറയുന്നത് ഇപ്പോഴും അശ്വിൻ നിങ്ങളെ എംപ്ലോയി ആയിട്ടാണ് കാണുന്നത്, അപ്പോൾ അശ്വിൻ്റെ ശമ്പളം വാങ്ങിച്ച് ജീവിക്കേണ്ട ആവശ്യം എന്താണ്? സിഡ്നിയിൽ പോയതിന് ശേഷം എൻകെക്ക് അവിടെ വലിയ കാറുണ്ട്, വീടുണ്ട്, ഒരുപാട് സമ്പാദ്യം ഉണ്ട് എന്നൊക്കെ അല്ലേ പറയുന്നത്. അപ്പോൾ എൻകെയുടെ കൂടെ പോയതിന് ശേഷം അവിടെ കുറച്ച് നാൾ ജീവിക്കാം, അവിടെ കുറച്ച് നാൾ അവൻ്റെ ചെലവിൽ ജീവിച്ചതിന് ശേഷം അഥവാ ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കമ്പനിയിൽ ജോലിക്ക് നോക്കിയാൽ പോരെ, അല്ലാതെ ഇവിടെ നിൽക്കേണ്ട ആവശ്യം എന്താണ്? ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുന്നതല്ലേ നല്ലത്. അമ്മായിയമ്മയും പിന്നെ ഒരു ബുദ്ധിയില്ലാത്ത മരുമകളും എന്നൊക്കെ പറഞ്ഞ് അവരെയും കളിയാക്കി അവരുടെ കൂടെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് ഇവിടെ നിന്ന് പോകുന്നതല്ലേ എന്നൊക്കെ ഭർത്താവിനോട് മനോരമ പറഞ്ഞു. പക്ഷേ അതൊന്നും കേട്ടിട്ട് മോഹനൻ ചെവി കൊണ്ടില്ല. മോഹനൻ പറഞ്ഞത്, ഇത് എൻ്റെ കുടുംബമാണ്, അപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ജീവിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്, അതുമാത്രമല്ല എൻ്റെ സന്തോഷമാണ്, എനിക്കിതാണ് സന്തോഷം, നിനക്കിനി അത്ര താല്പര്യമാണെങ്കിൽ നീ അങ്ങ് പൊയ്ക്കോ, എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. അപ്പോൾ മനോരമ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകുവാണെങ്കിൽ പിന്നെ തിരിച്ചു വരത്തില്ലാന്ന്, അങ്ങനെയാണെങ്കിൽ നീ തിരിച്ചു വന്നില്ലെങ്കിൽ എനിക്ക് കുറച്ച് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ് മനോരമ കളിയാക്കുവാണ്. എന്തായാലും മനോരമ അവിടെ ഓരോ ദിവസം കഴിയുന്നതോറും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനോരമ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴും അശ്വിൻ്റെ മനസ്സിൽ എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ശ്രുതി. അശ്വിൻ എന്തിനായിരിക്കും തന്നോട് ഇങ്ങനെ കാണിച്ചത്, അശ്വിൻ എന്തിനായിരിക്കും ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്നുള്ളൊരു സങ്കടമാണ് ഇപ്പോഴും ശ്രുതിക്ക്. എന്നാൽ അത് പറയാനായിട്ട് അശ്വിൻ തയ്യാറാവുന്നില്ല. അതിനെപ്പറ്റി ശ്രുതി ഒരുപാട് ചോദിച്ചു. അങ്ങനെ അശ്വിനും ശ്രുതിയും തമ്മിൽ വലിയൊരു വഴക്ക് തന്നെയായി. അശ്വിൻ സാർ എന്തായാലും എന്നോട് സത്യം തുറന്നു പറഞ്ഞേ മതിയാകൂ, എന്തിനിങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് എനിക്കറിയണം, അല്ലാതെ നിങ്ങൾ കാരണം ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്കെപ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി, മറ്റുള്ളവർ സങ്കടപ്പെടുന്നുണ്ടോ സന്തോഷിക്കുന്നുണ്ടോ എന്നൊന്നും നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. എന്നാൽ അശ്വിനെ ഉടനെ തന്നെ പറഞ്ഞു, ഇതൊന്നും എൻ്റെ കുറ്റമല്ല, നീയായിട്ട് നിന്റെ കുഴി തോണ്ടിയതാണ്, നീ കാരണമാണ് എനിക്ക് ഇങ്ങനെയെല്ലാം ചെയ്യേണ്ടി വന്നത്. എന്നാൽ എന്തുകൊണ്ട് ഞാൻ കാരണമെന്ന് പറയുന്നു? ഞാൻ എന്ത് ചെയ്തു? ഞാൻ കാരണം എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? എന്താണ് കാര്യമെന്ന് തുറന്നു പറ. പക്ഷെ അത് പറയാനായിട്ട് അശ്വിൻ തയ്യാറായില്ല. ശ്രുതി ഒരുപാട് ആവർത്തിച്ച് ചോദിച്ചു. പക്ഷെ അത് പറയാനായിട്ട് തയ്യാറായില്ല എന്ന് മാത്രമല്ല, അശ്വിൻ അവിടെ നിന്ന് ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് തന്നെ ശ്രുതി കയ്യിൽ പിടിച്ചിട്ട് അശ്വിനെ തടഞ്ഞു നിർത്തി. എന്നാൽ ഇതേ സമയത്താണ് അഞ്ജലി കതക് തുറന്നു വന്നത്. അപ്പോൾ ദേഷ്യം വന്ന അശ്വിൻ ശ്രുതിയുടെ കൈ പിടിച്ച് വലിച്ചങ്ങ് തള്ളി മാറ്റുവാണ്. ഇത് അഞ്ജലി കണ്ടു. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നീ ഇതെന്തായിരിക്കും, നിങ്ങൾ തമ്മിൽ വഴക്കാണോ എന്നൊക്കെ പറഞ്ഞ് ഉത്തരം പറയേണ്ടി വരുമെന്ന് മനസ്സിലാക്കി അശ്വിൻ പെട്ടെന്ന് ദേഷ്യത്തോടു കൂടി റൂമിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയി. എന്നാൽ അശ്വിൻ ശ്രുതിയോട് കാണിച്ചതും ശ്രുതി സങ്കടപ്പെട്ട് നിൽക്കുന്നതൊക്കെ കണ്ടിട്ട് അഞ്ജലി സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. എന്നാൽ ശ്രുതിയുടെ മനസ്സിലെ സങ്കടം എന്ന് പറയുമ്പോൾ എന്നെ ആർക്കും വേണ്ട, ഇപ്പോൾ എല്ലാവർക്കും ഞാനൊരു തെറ്റുകാരിയാണ്, അല്ലെങ്കിൽ ആർക്കും എന്നെ ഇഷ്ടമല്ല, എൻ്റെ വീട്ടുകാർക്ക് എന്നെ ഇഷ്ടമല്ല, ഇവിടെ ഉള്ള ആർക്കും എന്നെ ഇഷ്ടമല്ല, സ്വന്തം ഭർത്താവ് പോലും എന്നെ തള്ളിപ്പറയുന്ന അവസ്ഥയാണെന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറഞ്ഞു. ആ സമയത്തും അഞ്ജലി ആവർത്തിച്ച് പറയുന്നുണ്ട്, ഒരിക്കലും എനിക്കോ മുത്തശ്ശിക്കോ ഒന്നും നിന്നോട് ഒരു വെറുപ്പോ ദേഷ്യവും ഇല്ല, ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നു, നീയും അശ്വിനും തമ്മിലുള്ള ബന്ധം ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നു, പക്ഷേ ആരോടും പറയാതെ നിങ്ങൾ വിവാഹം കഴിച്ചത് എന്തിനാണ് എന്നറിയാത്ത ആ ഒരു ടെൻഷനാണ് ഞങ്ങൾക്ക്. പക്ഷെ അത് എനിക്കറിയത്തില്ല, എന്നോട് ചോദിക്കണ്ട. എന്നാൽ അഞ്ജലി വീണ്ടും പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾക്ക് രണ്ടുപേരിൽ ആർക്കോ ഒരാൾക്കാണ് ഇതിന്റെ ഉത്തരം അറിയാന്നുള്ളത്, അവർ ആ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ അത് പറയാൻ വേണ്ടിയിട്ട് ശ്രുതി കൂട്ടാക്കില്ല. ശ്രുതി കൂട്ടാക്കാത്തതല്ല, എന്താണ് കാരണമെന്ന് കൃത്യമായിട്ട് ശ്രുതിക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ സങ്കടത്തോടു കൂടി ശ്രുതി ഇറങ്ങി പോകുവാണ്. എന്നാൽ ശ്രുതി ഇപ്പോൾ പറഞ്ഞ വാക്കുകളും
അശ്വിൻ തന്നെ അംഗീകരിക്കുന്നില്ല, സ്വന്തം ഭർത്താവ് പോലും തന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞ ആ ഓരോ വാക്കുകളും ഞാൻ റൂമിലോട്ട് കടന്നു വന്നപ്പോൾ അശ്വിൻ ശ്രുതിയെ പിടിച്ച് തള്ളിയതും പിന്നെ അശ്വിന്റെ സ്വഭാവവും എല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോൾ അഞ്ജലിക്ക് ചെറിയൊരു സംശയം. ഇവർ തമ്മിൽ അഭിനയിക്കുന്നതാണോ, ഇവർ തമ്മിൽ സന്തോഷത്തിലല്ലേ, ഒരുമിച്ചല്ലേ എന്നുള്ളൊരു സംശയം അഞ്ജലിക്ക് തോന്നി. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക, യഥാർത്ഥ സത്യം എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് അഞ്ജലിക്ക് സാധിക്കുമോ? അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാത്തിനും പിന്നില് തന്റെ ഭർത്താവാണെന്നുള്ള സത്യം തിരിച്ചറിയാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക? ശ്രുതിയുടെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് അവൾക്ക് സാധിക്കുമോ? സത്യം എന്താണെന്ന്, എന്തുകൊണ്ട് താൻ ഇങ്ങനെ ചെയ്തു എന്നുള്ള സത്യം ശ്രുതിയോടെങ്കിലും തുറന്നു പറയാൻ അശ്വിൻ തയ്യാറാകുമോ? പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.